എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരം എന്നുള്ള സ്ഥലത്താണ്. അപ്പോ നമ്മുടെ കർഷകനാണ് നമ്മുടെ നേരത്തെ ഒരു കിണറിന്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൃഷിസ്ഥലത്ത് നനക്കുന്ന കിണറിൽ നമ്മുടെ അക്വാ പി എച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിലെ കിണറാണ്. അപ്പൊ ഇവിടെയും അദ്ദേഹം അക്വാ പി എച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോ വണ്ടർഫുൾ റിസൾട്ടാണ് ശരിക്കും കിണറിന്റെ അടിഭാഗം കാണുന്നതെന്നാ പറയുന്നത്. അപ്പോ അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം, അക്വാ പി എച്ച് ഇടുന്നതിന് മുമ്പേ കിണറിന്റെ അവസ്ഥ എന്തായിരുന്നു? അക്വാ പി എച്ച് ഇടുന്നതിന് മുന്നേ ഇതിന്റെ അടിഭാഗം ഒന്നും കാണാൻ പറ്റില്ല. ഞാനെന്റെ കൃഷിസ്ഥലത്തിട്ട് അത് ഇത് കണ്ടുകൊണ്ടാണ് ഇവിടെ നമ്മുടെ കടത്തിൽ കൊണ്ടുവന്ന് ആ സാധനം ഇട്ട്. ഇപ്പൊ ഇതിന്റെ അടിഭാഗം ഫുള്ളായിട്ട് കാണാൻ വേലയിൽ നോക്കിയാൽ 3 കൂടെ വെള്ളമുണ്ട്. അല്ലെങ്കിൽ വേലയിൽ നോക്കിയാൽ എത്ര കൂടെ വെള്ളമുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ തീർച്ചയായിട്ടും നല്ല തെളിഞ്ഞ വെള്ളം കിട്ടുന്നുണ്ട് അല്ലെ? നല്ല തെളിഞ്ഞ വെള്ളം കാറിലും കയറിയിരുന്നില്ല. ഓക്കെ, ഇത് 5 കിലോ വെട്ടി തൂക്കി 2 കിലോ വളപ്പിലെ കിണറാണിത്. ഞാൻ പറഞ്ഞു അതോട് ചേർന്നിട്ട് തന്നെ കൃഷിസ്ഥലം ഉണ്ട്. ഇവിടെ കവുങ്ങൊക്കെ ഉണ്ട്. ശരിക്കും ഈ ഒരു കവുങ്ങൊക്കെ 3 വർഷം അല്ലെ? 3 വർഷമല്ലേ സാറേ? 3 വർഷമല്ലേ? 3 വർഷമായ കവുങ്ങിൻ തൈയാണ് ഇത്. ശരിക്കും ഇവിടെയൊക്കെ നമ്മുടെ SPCയുടെ പ്രൊഡക്റ്റുകളാണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ അക്വാ പി എച്ച് ഉപയോഗിച്ച വെള്ളമാണ് ഇതിനൊക്കെ നനച്ചു കൊടുക്കാറ്. അപ്പൊ ഇവിടെയൊക്കെ നല്ല റിസൾട്ട് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ കുടിവെള്ളത്തിലും ഉപയോഗിക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിസ്ഥലമൊക്കെ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെടി തഴച്ച് വളരുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 5 കിലോയുടെ ബാഗ് കെട്ടി ഇറക്കി എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ നമ്മുടെ 2 കിലോ കലക്കിയിട്ട് നമ്മൾ കിണറ്റിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ വണ്ടർഫുൾ റിസൾട്ട് ആണ്, വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നിങ്ങളും കിണർ വെള്ളത്തിന് ഇതുപോലത്തുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങി ഉപയോഗിച്ച് നോക്കുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.